നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം മലയാറ്റൂരിലെ 19-കാരി ചിത്രപ്രിയയുടെ കൊലപാതകം. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വളരെ നടുക്കുന്ന ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ബ്രേക്കപ്പ് പാർട്ടി ബ്രേക്കപ്പ് പാർട്ടി എന്ന പേരിൽ വിളിച്ചു വരുത്തി കൊലപാതകം അടക്കമുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വളരെ വലിയൊരു കെണിയൊരുക്കുകയാണ് ഈ ഒരു ബ്രേക്കപ്പ് പാർട്ടികൾ അടക്കമുള്ളവ എന്നതാണ് ചൂണ്ടിക്കാണുന്നത്. കൊലപാതകത്തിൽ ആൺ സുഹൃത്ത് അലൻ അറസ്റ്റിലായി. കസ്റ്റഡിയിലെടുത്ത അലന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തന്നെ കാലടി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സംശയത്തെ തുടർന്ന് പെൺകുട്ടിയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. തലയ്ക്കേറ്റ ഗുരുതര പരിക്കാണ് ചിത്രപ്രിയയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ശനിയാഴ്ച മുതൽ കാണാതായ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെ മകളായ 19-കാരിയായ ചിത്രപ്രിയ ബംഗളൂരിലെ ഏവിയേഷൻ വിദ്യാർത്ഥിനിയാണ്. അമ്പലത്തിലെ ഉത്സവം കൂടാനാണ് ചിത്രപ്രിയ ബംഗളൂരിൽ നിന്ന് മലയാറ്റൂരിലേക്ക് വന്നത്. പക്ഷേ ശനിയാഴ്ച വൈകുന്നേരം മുതൽ ചിത്രപ്രിയയെ കാണാനില്ല. കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടിയെ കാണാതായതോടെ വീട്ടുകാരും അങ്കലപ്പിലായി. തുടർന്ന് ചിത്രപ്രിയയ്ക്കായുള്ള അന്വേഷണം, പരാതി, പോലീസ് ഇറങ്ങുന്നു. പോലീസ് വക അന്വേഷണം. പക്ഷേ തിരിച്ചെത്തി ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ല. പെൺകുട്ടി വീട്ടിലേക്ക് എത്തിയില്ല. അന്വേഷിക്കുന്നു, കാണുന്നില്ല. അങ്ങനെ ആകെ മൊത്തം ഒരു പരിഭ്രാന്തിയിലായ അവസ്ഥ. മകളെ കാണാതായതോടെ വീട്ടുകാർ കാലടി പോലീസിലാണ് പരാതി നൽകിയത്. കാണാതായ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ചിത്രപ്രിയയുടെ ആൺ സുഹൃത്ത് അലനെ വിളിച്ച് മൊഴിയെടുപ്പിച്ച് വിട്ടയച്ചത്. മൊഴിയെടുത്ത ശേഷം അലനെ വിട്ടയച്ചു. സംശയാസ്പദമായ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടെ കഴിഞ്ഞ ദിവസം, അതായത് ഈ തെക്കൻ കേരളം വോട്ട് രേഖപ്പെടുത്തുന്ന ആ ദിവസം വൈകിട്ട് 4 മണിയോടെ നാടിനെ നടുക്കി മലയാറ്റൂർ നക്ഷത്ര തടാകത്തിനരികിൽ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുന്നു. തലയ്ക്ക് ആഴത്തിൽ അടിയേറ്റതായി പോലീസിന്റെ മൃതദേഹ പരിശോധനയിൽ തന്നെ വ്യക്തം. ശരീരത്തിൽ മുറിപ്പാടുകളും കണ്ടെത്തി. ഇതോടെ കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതിനിടയിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ ചിത്രപ്രിയയും ആൺസുഹൃത്ത് അലനും ഒരുമിച്ച് മലയാറ്റൂർ ജംഗ്ഷൻ വഴി ബൈക്കിൽ പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം പോലീസിൽ കിട്ടി. ഇതോടെ നേരത്തെ മൊഴിയെടുത്ത് വിട്ടയച്ച ചിത്രപ്രിയയുടെ ആൺസുഹൃത്ത് അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടിക്ക് മറ്റൊരു ആൺസുഹൃത്തുണ്ടെന്ന സംശയത്തിൽ അലൻ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു കൊലപാതകം. പെൺകുട്ടിയുടെ തലയിൽ ഒന്നിലേറെ ഭാഗത്ത് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ആന്തരിക രക്തസ്രാവവും മരണത്തിലേക്ക് നയിച്ചുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. അലന്റെ അറസ്റ്റ് എന്തായാലും കാലടി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാലടി ടൗണിൽ ചെറിയ ജോലികൾ ചെയ്യുന്ന വ്യക്തിയാണ് 21-കാരനായ അലൻ. CCTVയിൽ മറ്റ് 2 യുവാക്കളെ കൂടി ദൃശ്യങ്ങൾ കിട്ടിയെങ്കിലും അവർക്ക് കൊലപാതകവുമായി ബന്ധമില്ല. എന്തായാലും പ്രാഥമിക നിഗമനം അവർക്ക് ബന്ധമില്ല എന്നാണ്. പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായ ഒരു മുഹൂർത്തത്തിനാണ് കഴിഞ്ഞ ദിവസം ഏവരും സാക്ഷിയായത്. തീർച്ചയായിട്ടും വളരെ ആ കുടുംബത്തിന്റെ വേദനയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ വളരെ നടുക്കുന്നതാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയം. കൊലപാതകത്തിന് പിന്നിൽ സംശയരോഗമാണ് അതിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ കൊല്ലപ്പെട്ട ചിത്രപ്രിയയ്ക്ക് മറ്റൊരു ആൺ സുഹൃത്തുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. ഈ സംശയത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ നേരത്തെയും പലവട്ടം വഴക്കുണ്ടായിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം കിട്ടി. മാത്രമല്ല, കൊലപാതകം നടന്ന ദിവസം കാടപ്പാറ റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിൽ ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതിന് ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹത്തിന് സമീപത്ത് നിന്നും ഒഴിഞ്ഞ ഒരു മദ്യക്കുപ്പിയും 2 സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ചിത്രപ്രിയയുടെ തലയിൽ ഒന്നിലേറെ ഭാഗത്താണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത്. ആന്തരിക രക്തസ്രാവം മരണകാരണത്തിന് ഇടയാക്കിയെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാണ്. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെ മകളാണ് ചിത്രപ്രിയ. ബംഗളൂരിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായിരുന്നു. അമ്പലത്തിലെ ഉത്സവം കൂടാനായിരുന്നു മലയാറ്റൂരിലേക്ക് എത്തിയത്. എന്തായാലും അലന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21 വയസ്സുകാരനാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയിരുന്നു. എന്തായാലും സംശയരോഗമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കണ്ടെത്തലുകൾ. മാത്രമല്ല, അലൻ പോലീസിനോട് താനാണ് ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. CCTV കേന്ദ്രീകരിച്ചെത്തിയ നടത്തിയ പരിശോധനയിൽ ചിത്രപ്രിയ സുഹൃത്തായ അലനൊപ്പം ബൈക്കിൽ പോകുന്നത് പോലീസ് കണ്ടെത്തി. ഇതാണ് വലിയൊരു വഴിത്തിരിവായി മാറിയത്. മൃതദേഹം കിടന്നതിന് സമീപത്തായി രക്തക്കറ പുരണ്ട കല്ലും കണ്ടെത്തി.
കണ്ടെത്തിയിരുന്നു. അലനുമായി പലപ്പോഴും ചിത്രപ്രിയ വഴക്ക് കൂടിയിട്ടുണ്ടായിട്ടുണ്ട്. ഇവർക്കിടയിൽ പലപ്പോഴും തർക്കമുണ്ടായിട്ടുണ്ട്. ചിത്രപ്രിയ ഫോൺ എടുക്കാത്തതിനെ ചൊല്ലിയുള്ള സംശയം നിലനിന്നിരുന്നു. ഇത് ചോദ്യം ചെയ്യലിൽ അലൻ മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരാളുമായി ഒരു ബന്ധമുണ്ട് എന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഈ ഒരു 21-കാരൻ പറയുമ്പോൾ, മദ്യലഹരിയിലാണ് താൻ കൊലപാതകം ചെയ്തതെന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിന് ഒരു തീരാനഷ്ടമാണ് അലൻ എന്ന വ്യക്തി സൃഷ്ടിച്ചിരിക്കുന്നതെന്നതും യാഥാർത്ഥ്യമായി മാറുകയാണ്. എന്തായാലും മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. 3 ദിവസത്തെ പഴക്കം മൃതദേഹത്തിനുണ്ടായിരുന്നു. കാണാതായി 4 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു. ഈ കല്ലുകൾ രക്തം പുരണ്ടിരുന്നു. കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് അലൻ നൽകിയ മൊഴി. അലന്റെ മൊഴി പ്രകാരം സുഹൃത്തുക്കളെല്ലാം അന്ന് മദ്യപിച്ചിരുന്നു. പകൽ നേരത്തും രാത്രിയിലും ചിത്രപ്രിയ അലനും സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് അലന്റെ മൊഴി. പെൺകുട്ടിയും അവരോടൊപ്പം മദ്യപിച്ചിരുന്നു മൊഴിയെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ആ ഒരു കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം കിട്ടേണ്ടതായിട്ടുണ്ട്. സബിയൂർ കുരാപ്പള്ളി കയറ്റത്തിൽ ഗ്രൗണ്ടിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.